നമ്മളിപ്പോൾ പീച്ചി ഫോറസ്റ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എലിഫൻറ്റ് സാഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രക്കിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നു വേണ്ട, നമ്മൾ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്താൽ മതി. 4 പേരുടെ ഒരു സെറ്റ് 600 രൂപയാണ്. എന്താണ്? അപ്പോൾ ഇവിടെ ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ട്. ആന വെള്ളം കുടിക്കാനായിട്ട് പീച്ചി ഡാമിലേക്ക് വരുന്ന വഴിയാന്ന് പറഞ്ഞു. ആന നടന്നു പോയിട്ടുള്ള വഴി കാണുന്നുണ്ട്. ആദ്യത്തെ റെസ്റ്റിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇലക്ട്രിക് കമ്പി കൊടുത്തിട്ടുണ്ട്. ചുറ്റും കാടാണ്. ഇനി ഇവിടെ നമ്മൾ വേറൊരു വഴിക്ക് തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തും. ആൾ മുന്നോട്ട് കുറച്ച് പോകാൻ ആനയെങ്ങാനും ഉണ്ടോന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. ഞങ്ങളോട് ഇവിടെ ഇരുന്നാൽ മതി, പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. വരാം. മുമ്പിൽ നമ്മളെ വാർഡൻ ഉണ്ട്, കാണിച്ചു തരാം. അപ്പം മുമ്പിൽ കാണാനാണ് പീച്ചി റിസർവോയർ ഡാമിൻ്റെ. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. പിന്നെ മണിയങ്ങനൂർ, വളകര, കുതിരക്കോട്ടയം, ആനവാരി, മഞ്ഞവാരി, മറ്റേ നരങ്ങമ്പാറ എന്നിവ സ്ഥലങ്ങളൊക്കെ നിലവിൽ വിടുന്നുണ്ട്. ഇപ്പോൾ പോകാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മളിവിടെ തിരിക്കുകയാണ്. അതാണ് മൂടൽമല. മൂടൽമല എന്ന് പറഞ്ഞാൽ ട്രക്കിങ് അല്ല, അതാണ് മല. അതിൽ തേക്കപ്പാടം തൃശ്ശൂർ പോകുന്ന എന്തെങ്കിലും സംഭവിക്കാൻ പാടില്ലേ. അത് കാരണം കൊണ്ട് നമ്മൾ അത്ര ശ്രദ്ധിച്ച് പോകണം. ആന ഓടിക്കുന്നില്ലോ ആനയുടെ മണം കേട്ടാൽ നമുക്ക് അറിയാൻ പറ്റും. അല്ല, ഇത് നമ്മളെ വെറുതെ കണ്ടാറ്റേക്കോ? ചില ആനകൾ മാറിപ്പോകും. ചില ആനകൾ ഈ പറഞ്ഞ മാതിരി ഇവിടെ നേരെ വരാൻ നോക്കും. അതാണ് നമ്മൾ എത്ര ശ്രദ്ധിക്കില്ല. അങ്ങനെയുള്ളൊരു വേദി നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. പിടിയാനാണോ കൊമ്പനാണോ? പിടിയിൽ കൊമ്പനുണ്ട്. ഭയങ്കര തെച്ചിക്കോട്ട് മാറി കാണുന്നുണ്ട്. പിന്നെന്തൊക്കെയാ കാട്ടുപോത്ത്? കാട്ടുപോത്ത്, കരടി, കരടി കടവ് ഈ സൈഡിലൊക്കെ ഈ കാണുന്നു. ഏറ്റവും വലിയ നമ്മുടെ വലിയ പറമ്പിക്കുളം തൊട്ട് തമിഴ്നാട് തൊട്ട് പിടിച്ച നമ്മുടെ അതിരപ്പള്ളി കുന്നൻ കാടാണ്. അതാണ് ഈ മൃഗങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ മേഖലയിലെ അവസ്ഥ. നമ്മുടെ 20-30 മീറ്റർ ആന ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് നായാട്ടിന്റെ ആദ്യകാലത്ത് ഈ വാഴൊന്നും വെട്ട്, മറ്റേ വിറക് വെട്ട് ഒത്തില്ലായിരുന്നു. അന്നൊന്നും ആന ശല്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ആരും ഇല്ല, ആരും കേട്ടില്ല കുറച്ചേരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ കാടിനെ കുറിച്ചുള്ള പറയാറ്. അപ്പോൾ നമ്മൾ പോണ വഴിയൊക്കെ വളരെ ശ്രദ്ധിക്കുകയാണ്. ഇപ്പോൾ ആന ഓടിക്കുന്നത് നമുക്കറിയാം. ഈ സ്ഥലത്ത് സെയിം ചേട്ടൻ തന്നെയാണ് കൊണ്ട് വണ്ടി പോകുന്നത്. 20 മിനിറ്റിൻ്റെ ഒരു റൈഡ് ഉണ്ട്, 40 മിനിറ്റിൻ്റെ ഒരു റൈഡ് ഉണ്ട്. 40 മിനിറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി അകലെ പോയി ചിലപ്പോൾ വല്ല ആന വെള്ളം കുടിക്കുന്നതൊക്കെ വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അടിപൊളി. അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് പ്ലസ് കുട്ടവഞ്ചി സഫാരി ഇവിടെ അവസാനിച്ചു. രണ്ടിനും കൂടി നമുക്ക് ചിലവാവുക ട്രക്കിങ്ങിനായിട്ട് 600 രൂപയാണ്. അതിൽ 4 പേർക്ക് പങ്കെടുക്കാം. ഇപ്പം 3 പേരായാലും 600 രൂപ കൊടുക്കണം. കുട്ടവഞ്ചി സഫാരി 450 രൂപയാണ് 20 മിനിറ്റിന്. 40 മിനിറ്റ് ആകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊരു 200 രൂപയും കൂടി എക്സ്ട്രാ മേടിച്ചു.